നമ്മൾ ജയിലിൽ പോയ വൃത്തികെട്ടവന്മാരല്ലേ? എടാ, നമ്മൾ കാരണം അവരുടെ ജീവിതം നശിക്കപ്പെടാൻ പാടില്ല. അവർക്ക് സമൂഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കണ്ടേ? സമൂഹം ഇനി നമ്മൾ നന്നായെന്ന് പറഞ്ഞ് അവന്മാരുടെ അടുത്തേക്ക് ചെന്നാ അവന്മാര് വിശ്വസിക്കൂ? നമ്മളെ പുഴുക്കളെ പോലെ ആയിരിക്കും അവര് കാണുക. നീ അതൊക്കെ കള. ഇപ്പൊ നീ സ്വതന്ത്രനായില്ലേ, അതങ്ങ് ആഘോഷിക്ക്. നീ കാരണം മാത്രമാണ് ഞാൻ പുറത്തിറങ്ങിയത്. നീ പുറത്തിറങ്ങിയപ്പോ ഞങ്ങളെയൊക്കെ മറക്കൂന്നാണ് ഞാൻ വിചാരിച്ചത്. ആ, അങ്ങനെ കൂടെ നിൽക്കുന്നവരെ കൈവിട്ട ചരിത്രാപിക്കില്ല. ഞാൻ കാരണമാണ് നീ പെട്ടതെങ്കിൽ ഞാൻ തന്നെ നിന്നെ പുറത്തിറക്കുമെന്ന് ഉറപ്പിച്ചിരുന്നാടാ. ഇനി എന്താ നിങ്ങളുടെ പരിപാടി? ഈ നാട്ടിൽ തന്നെ എന്ന ആളുകൾ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല. നമുക്ക് ജീവിക്കാൻ എന്തിനാ സുരേഷ് ഏട്ടാ ഇവന്മാരുടെ സമ്മതം? ഇനി നമ്മുടെ ജീവിതം നരകാക്കിയവന്മാർ മര്യാദക്ക് ജീവിക്കണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കും. കറക്റ്റ്, അത് തന്നെയാണ് വേണ്ടത്. ഒറ്റ ഒരുത്തനെയും വെറുതെ വിടരുത്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ജയിലിൽ നിന്ന് ഇപ്പൊ ഇറങ്ങില്ലേ ഉള്ളൂ, വീണ്ടും അകത്തേക്ക് പോകാനാണോ നിങ്ങളെ പ്ലാൻ? ചേട്ടൻ എന്തിനാണ് ഈ പേടിക്കുന്നത്? തനിക്ക് നഷ്ടപ്പെടാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ജോലിയും പോയി, ഭാര്യ വിട്ടിട്ട് പോയി, കൂട്ടുകാരാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നുമില്ല. ഞങ്ങളുടെ കരിയറും കുടുംബവും ഒക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഇനി ആകെ ജീവിതത്തിൽ ബാക്കിയുള്ളത് പക മാത്രമാണ്. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരുണ്ടാവുന്ന ചങ്കൂറ്റം അത് ഇനിയെങ്കിലും ചേട്ടൻ കാണിക്കണം. എനിക്ക് പേടിയാടാ മോനെ. പേടിയാണെങ്കിൽ പൊക്കോ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രതികരണ ശേഷിയില്ലാത്ത ആണുങ്ങൾക്ക് സ്ഥാനമില്ല. ജയിലിൽ നിന്ന് തന്നെ ഇറക്കിയത് ഞാൻ തനിക്ക് തരുന്ന പിച്ചയായി കണ്ട് പൊയ്ക്കോ. പോകാനല്ല പറഞ്ഞത്. എന്തിനാ നോക്കുന്നത്? ഓടോ, ഇറങ്ങി ഓടോ. ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. ജയിലിൽ കിടന്ന് ചാവട്ടെ എന്ന് കരുതിയാ പോരായിരുന്നോ? ഏയ്, ശത്രുക്കളാണെങ്കിൽ പോലും കണക്ക് ബാക്കി വെക്കരുത്. അയാളുടെ കാര്യം പോട്ടെ, നീ നമ്മുടെ കാര്യം പറ. എന്താ നമ്മുടെ പരിപാടി? നമ്മളെ അകത്താക്കിയ മഹിമയും കുടുംബത്തെയും നമുക്കൊരു പാഠം പഠിപ്പിക്കണ്ടേ? പിന്നെ വേണ്ടേ? നീ പറഞ്ഞ ഇന്ന് തന്നെ നമുക്ക് അവളെ പൊക്കാം. അങ്ങനെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അവരിപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കും. ഇപ്പോ അവരുടെ മുമ്പിൽ ചെന്ന് ചാടിക്കൊടുത്ത ആ ഗിരി നമ്മളെ കടിച്ചു കീറും. പിന്നെ എന്ത് ചെയ്യാനാ? ക്ഷമയോടെ കാത്തിരിക്കണം. ഞാൻ എത്ര കാത്തിരുന്നിട്ടും കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുമാണ് നിങ്ങളെ പുറത്തിറക്കിയെന്ന് നിങ്ങൾക്കറിയോ? അതുപോലെ തന്നെ അവരൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വ്യക്തമായൊരു പ്ലാനോടുകൂടി നമ്മളൊരു പണി കൊടുക്കണം. അതോട് അവരുടെ കുടുംബം തകർന്ന് ഇല്ലാതാവണം. അതെനിക്ക് കണ്ടാ മതി. നിനക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ പറ, ഞാൻ കൂടെ ഉണ്ടോ?